എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാട്ടോ വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മുടെ ഈ അലമാരി എന്ന് പറഞ്ഞാൽ ഒരു 10-18 വർഷത്തിൻ്റെ ഒരു പഴക്കമുണ്ട് കേട്ടോ അലമാരി. അപ്പം മിററൊക്കെ ആകെ ഒരു കോറലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക പൊടി പിടിച്ച് പാടായിട്ട് നമുക്ക് അധികം നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരും കേട്ടോ. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടുത്തെ മിറർ കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീനിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. സൂപ്പറായിട്ട് എടുക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ആ ഇൻഗ്രീഡിയൻസ് ഏതാണ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലത്തെ എല്ലാ റൂമുകളിലെയും കബോർഡിലത്തെ ഗ്ലാസ്സുകൾ നമ്മളൊന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് ഉണ്ടാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഡൈനിങ് ഹാളിലത്തെ മിററാണ് കേട്ടോ. മിറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കബോർഡിൻ്റെ മിററാണ്. അത് ശരിക്കും നല്ലോണം അഴുക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പുള്ളിയും കുത്തിയും. അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ പച്ചവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മിറർ ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുത്തോളൂ കേട്ടോ. അതിലേക്ക് ഇത് ഒരു 2 ടീസ്പൂൺ ചായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ചായപ്പൊടി മാത്രമാണ് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. ചായപ്പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നന്നായി വെട്ടി തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. നന്നായി കടുപ്പത്തിലുള്ളൊരു ചായ ആക്കി എടുക്കുക കേട്ടോ. ചായ പറയുമ്പോൾ നിങ്ങൾ പഞ്ചസാര ഒന്നും ഇടണ്ട കേട്ടോ. വെറുതെ ചായയിലിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ നിങ്ങൾ പിന്നെ മറ്റേ പാക്കറ്റായിട്ടുള്ള ചായപ്പൊടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ഞാൻ നന്നായിട്ട് അരിച്ചിട്ട് ഒന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം, ചൂടാറാൻ വെക്കണം കേട്ടോ. അപ്പോൾ ചെറിയ എന്താ പറയുക ചായയുടെ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേറെ അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് നന്നായിട്ട് ചൂടാറണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ആറ്റി ചൂടാറാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ആറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് ഫാനിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് വേഗം ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ ലിക്വിഡ് മാത്രം മതിയിട്ട് നമ്മുടെ ഈ ഗ്ലാസ്സുകളൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ആറ്റി ഞാൻ ചൂടാറ്റട്ടെ കേട്ടോ. അപ്പോൾ അതാ നല്ല കടുപ്പത്തിലുള്ള ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ നന്നായി ചൂടാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഏത് മിററാണെന്ന് വെച്ചാൽ ആ മിററിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതില്ലേ നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അതുകൊണ്ട് മുക്കി തുടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ട ഇതേപോലത്തെ പാടുകളാണ് കേട്ടോ നമ്മുടെ ഈ അലമാരിയുടെ അതെങ്ങനെ ആയാലും പോവില്ല കേട്ടോ. ഒരാകെ കറ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒരു പഴയ തുണി കേട്ടോ. പഴയ തുണി എന്ന് പറഞ്ഞാൽ ഇത് ചായരയാണ് കറയാണ്. അപ്പോൾ പഴയ തുണി എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് നന്നായിട്ട് ഒന്ന് മുക്കുമ്പോഴേക്കും ഈ മിററിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ കണ്ടില്ലേ. നല്ലോണം മാറ്റം വരും കേട്ടോ. ഒന്ന് മുക്കി തുടയ്ക്കുമ്പോൾ നല്ലോണം തന്നെ നമുക്ക് മാറ്റം തോന്നും കേട്ടോ. അപ്പോൾ ഞാനൊരു പഴയ തുണി വെച്ചിട്ട് നന്നായിട്ട് നല്ല വൃത്തിയുള്ള തുണി വേണം കേട്ടോ. വൃത്തിയുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. തുടച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ആ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തൊട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ അതിങ്ങനെ അലിഞ്ഞിങ്ങനെ പൊക്കോളൂ കേട്ടോ. എന്തെങ്കിലും പിള്ളേരൊക്കെ എന്തെങ്കിലും സ്റ്റിക്കർ പൊട്ടൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ആ ഭാഗത്തും കൂടി ഒന്ന് അമർത്തി ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കറിൻ്റെ അതൊക്കെ ശരിക്കും അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. നല്ല മാറ്റം കേട്ടോ. ഒരു ട്രിപ്പ് അത് വെച്ച് ഞാൻ തുടച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ മിററിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ ഈ അലമാരിയുടെ ഇതിൽ മൊത്തം തേച്ചിട്ട് പിന്നെ നമുക്ക് റൂമുകളിലും വാഷ് ബേസിൻ്റെ അവിടുത്തെ മിററിലും ഒക്കെ തേച്ചിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ അത്ര നേരമൊന്നും വേണ്ട. ജസ്റ്റ് ഇതൊന്ന് തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വേറൊരു നല്ല തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക വേണ്ടോ. അപ്പോൾ തന്നെ ക്ലീൻ ആവും കേട്ടോ. പക്ഷെ ഞാൻ എല്ലായിടത്തും ക്ലീൻ ചെയ്യുന്ന കാരണം എല്ലാം ഒരുമിച്ച് ഇതുപോലെ നനച്ചിട്ട് റെഡിയാക്കി എടുക്കുക ചെയ്തേട്ടോ. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കബോർഡിലെ മിററും ഞാൻ ക്ലീൻ ചെയ്തത് ഒറ്റ തുടക്കിയിൽ തന്നെ നമുക്ക് നല്ല ക്ലീൻ വ്യത്യാസം അറിയാം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടുത്തെ മിററിൻ്റെ അവസ്ഥ നിങ്ങൾ. അപ്പോൾ ഞാൻ അതിൽ നമ്മുടെ ഈ ലിക്വിഡ് ഒന്ന് മുക്കി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കുമ്പോഴേക്കും നല്ലോണം ക്ലീൻ ആവും കേട്ടോ. നല്ലോണം ക്ലീൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കണ്ടില്ലേ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ആ ചായയില വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി തുടയ്ക്കുള്ളൂ. അപ്പോൾ തന്നെ ഇതിനായിട്ട് നമുക്ക് പുറത്തുനിന്ന് വേറെ ലിക്വിഡ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചായയില എടുത്ത് തിളപ്പിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സംഭവം നല്ല ക്ലീൻ ആവും കേട്ടോ. വേണ്ട ഇവിടെ ഞാനിതാ നമ്മുടെ ഡൈനിങ് ഹാളിലെ
ഡൈനിങ് ഹാളിലെ മറ്റേ കബോർഡിലും ഞാൻ ഇതുപോലെ ചെയ്തു. പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് പോകണ അവിടെ ഒരു ഡോറുമ്മയും ഇതുപോലെ ഒരു മിറർ വരുന്നുണ്ട്. അവിടെയും ഒന്ന് ജസ്റ്റ് ഉരച്ചപ്പോൾ പുകയുടെയും ചെറിയ ചെറിയ കുത്തുകളും ഒന്നും ഞാൻ നന്നായി ഉരച്ചപ്പോൾ നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തോളൂ. ഇതൊക്കെ നന്നായി എല്ലായിടത്തും ഉരച്ച് നന്നായി ഈ ലിക്വിഡ് എല്ലാ ഭാഗത്തേക്കും എത്തി നമ്മളെല്ലാ ഭാഗത്തേക്കും മിററിനെ എത്തിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല തുണിയിൽ നല്ല സോഫ്റ്റ് തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടയ്ക്കുക. വെള്ളം നനയ്ക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. കണ്ട ഞാൻ എല്ലാ ഭാഗത്തെത്തിയും കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ചെയ്ത അലമാരയുടെ അവിടേക്ക് എത്തിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. കണ്ട തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം കണ്ടാൽ തന്നെ അറിയാമായിരിക്കും. കണ്ടില്ലേ നല്ല നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനുമില്ല. നമുക്കിതിനായിട്ട് പുറത്തുനിന്ന് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിതുപോലത്തെ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ തുണിയാട്ടോ. നമ്മളിത് കിച്ചണിലേക്ക് മേടിച്ചിട്ടുള്ള ഒരു ടവിലാണ് കേട്ടോ. അടിപൊളിയാണത്. നമ്മളിത് തുടയ്ക്കാൻ എടുക്കണ തുണിയിൽ നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം കേട്ടോ. അഴുക്കൊന്നും പാടില്ല. മിററിലാകെ ഒരു പാണ്ടും ഇതും വരും. അങ്ങനെ വൃത്തിയില്ലാത്ത തുണി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ തുടച്ചാൽ തന്നെ കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു പാടാ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് നേരം എല്ലാ ഭാഗത്തേക്കും എല്ലാ മിററും തേച്ച് വരുമ്പോഴേക്കും ഇവിടെ നല്ല ക്ലീൻ ആയിട്ടോ. കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട്. ഒരു പൊട്ടും കുത്തുമില്ല. ഇവിടെ ഈ പാട് കാണുന്നത് എന്താ വെച്ചാൽ ഒരു കോറൽ വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇതേ കണ്ട നമ്മുടെ കബോർഡുകളുടെയും മിററും നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അടിപൊളിയല്ലേ. അപ്പോൾ അതേ നമ്മുടെ ഡൈനിങ് ഹാളിലത്തെ മിററും ഞാൻ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.